ജാസ്മിനോടൊപ്പം ജാസ്മിന്റെ ഉമ്മയും വാപ്പയും പറയുകയുണ്ടായി, ഇനി ഞങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കരയോ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇനി ഗബ്രി എന്നും പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയരുതെന്ന് തന്നെയാണ് ഉമ്മയും വാപ്പയൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പുറത്ത് വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ നല്ല ചവിട്ട് കിട്ടുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു ഞാനായിരിക്കും ഇതിന് ചവിട്ടാൻ പോടേന്ന്. വാപ്പ പറഞ്ഞിട്ടുണ്ട് എന്റെ കയ്യിൽ നല്ലത് കിട്ടും, ചവിട്ടി പുറത്താക്കുന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞങ്ങളോട് ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണ്ടല്ലോ, അതുപോലെ തന്നെ വേണം ഇനി ഇതിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തന്നെ ഗെയിം കളിക്കണം, സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഇവിടെ അങ്ങനെയല്ല ഉപ്പ, കുറെ വിഷമമൊക്കെ ഉണ്ടെന്നൊക്കെ ഉമ്മോടും വാപ്പയോടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനല്ലേ വന്നത്, ആരും ഡിപ്പെൻഡ് ചെയ്ത് കളിക്കാനൊന്നും അല്ലല്ലോ, ആരും ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കേണ്ടത്, ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുക. ഇങ്ങനെ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മയോടും വാപ്പയോടൊക്കെ പറഞ്ഞാൽ മതി, ഞങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനാവശ്യമായിട്ടുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറയുന്നുണ്ട്. അവൻ ഇവൻ അങ്ങനെയൊന്നും വിളിക്കരുതെന്നും, പിന്നെ കാക്കാന്ന് വിളിക്കുന്ന ഇഷ്ടമല്ലാത്തൊരു കാക്കാന്ന് വിളിക്കരുത്, ചേട്ടൻ എന്ന് വിളിക്കണതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മ. അതുകൂടാതെ തന്നെ വാപ്പ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ നീ വിളിക്കുമ്പോൾ പുറത്ത് എനിക്ക് അങ്ങനെയുള്ള വിളികളൊക്കെയാണ് കിട്ടുന്നത് എന്നൊക്കെ, അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയും. അപ്പൊ ഉമ്മ പറയുന്നുണ്ട് കുറച്ച് ദേഷ്യമൊക്കെ കുറയ്ക്കാനുള്ളത്. അപ്പോൾ വാപ്പ പറഞ്ഞു ദേഷ്യപ്പെടുന്ന നേരത്ത് നീ ദേഷ്യപ്പെടണം, അല്ലാതെ ചുമ്മാ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല, അനാവശ്യമായിട്ടുള്ള ദേഷ്യപ്പെടൽ കുറയ്ക്കണം, നിന്റെ നേരെ ആരെങ്കിലും വന്നാൽ നീ പ്രതികരിക്കാനേ വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ജാസ്മിൻ ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇവർ പോയി കഴിഞ്ഞാലും ആ ഒരു രീതി തന്നെ കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നല്ല സപ്പോർട്ട് ചെയ്താണ് ജാസ്മിന്റെ ഉമ്മയും ബാപ്പയും ജാസ്മിന്റെ കൂടെ തന്നെ നിന്നത്.